വേണി നോവൽ ഭാഗം 3. അയ്യോ, അതുകൊണ്ടല്ല, മോൾക്കിത് വലിയ ഇഷ്ടമാണ്, വേണിയുടെ അച്ഛൻ പറഞ്ഞു. മോളെ, ഉണ്ണിമോളെ കാണാൻ കുറച്ച് പേര് വരുന്നുണ്ട് ഈ മാസം 10-ാം തീയതി. മോള് വേണുവിനെയും കൂട്ടി വരണം. അതെന്താ വേണിയുടെ അമ്മേ, ഞാൻ വരണ്ടേ? തീർച്ചയായും വരണം, സുഭദ്ര പറഞ്ഞു. എന്നാൽ വളരെ വ്യക്തമായി കേട്ടോളൂ, ഞാൻ വരുന്നുമില്ല, ഇവരോട്ട് അങ്ങോട്ട് അയക്കുകയില്ല. ഇനി നിൽക്കണ്ട, നേരെ ഇരുട്ടു മുമ്പ് ഇറങ്ങാൻ നോക്ക്, എനിക്ക് വാതിലടയ്ക്കണം. ഭാഗം 4. വേണിയുടെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. വേണുഗോപാൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. വേണി, നല്ല കടുപ്പത്തിലൊരു ചായ, വല്ലാത്ത തലവേദന. വേണി ചായയുമായി റൂമിലെത്തി. എന്താടോ, തൻ്റെ മുഖത്തിന് ഈ ചായയേക്കാളും കടുപ്പമുണ്ടല്ലോ? ഒന്നുമില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്താ കാര്യം, പറ. വേണി നടന്ന കാര്യമെല്ലാം വേണുവിനോട് പറഞ്ഞു. അപ്പോൾ അതാണ് കാര്യം. നീ വിഷമിക്കാതെ, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം. അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടക്കേടിൻ്റെ പ്രധാന കാര്യം നമ്മുടെ മോളെ കാണാതായതാണ്. അത് എൻ്റെ അശ്രദ്ധ മൂലമാണെന്ന് അമ്മ കരുതുന്നു. അത് പോട്ടെ, 10-ാം തീയതി നിനക്ക് വീട്ടിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ? അതെ, അതിനൊരു വഴിയുണ്ട്. എന്താ? നീ ഒരു കാര്യം ചെയ്യൂ, ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ എതിർത്ത് സംസാരിക്കുക. എന്നിട്ട് ഞാൻ നിന്നോട് പോകാൻ പറയും. അപ്പോൾ തന്നെ നീ പോയാൽ മതി. അത് വേണോ പിന്നെ ഇങ്ങോട്ട് വരാനോ? അതപ്പോൾ നോക്കാം. പിറ്റേന്ന് രാവിലെ, വേണി ഒന്നിങ്ങ് വാ. എന്താ വേണ്ടേ? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? തുടരും.